കാഫിർ കൗമ് എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പോഴത്തെ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ഉപയോഗിക്കുന്ന വാക്കല്ല. 1970-കളിൽ എന്തോ സിനിമ കണ്ട ബുദ്ധികെട്ടവന്മാർ എഴുതി കയറ്റി വെച്ച സ്ക്രിപ്റ്റാണത്. അതുകൊണ്ടാണ് ആ വാക്കൊക്കെ വരുന്നത്. ഒന്ന്. രണ്ട്, പ്രജിൻ, പേരാമ്പ്രയിലെ റിലീജിയസ് ഡെമോക്രറ്റിയുടെ കണക്കെടുത്ത് നോക്കിയാൽ അവിടെ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാവാനുള്ള ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാകുന്ന ഫാത്തിമ തഹ്ലിയിലേക്കാണ്. അങ്ങനെ ഉണ്ടാവുന്നിരിക്കും മുസ്ലിം ഏകീകരണത്തിനായി ഈ പറഞ്ഞ സമുദായം പറഞ്ഞ് വോട്ട് ചോദിച്ചെന്ന് ഒന്നാം നമ്പർ മംഗത്തരമാണ്. ഒറ്റ കാരോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. വടകരയിൽ ഷാഫിക്കെതിരെ മാത്രമായിരുന്നില്ല, ശൈലജയ്ക്കെതിരെയും ഉണ്ടായ സമാന ആരോപണങ്ങൾ. അത് പോലീസ് അന്വേഷണം ഉണ്ടായി. മാഹിയിൽ നിന്നും കൃത്യം ആൾക്കാരെ പിടിച്ചു, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി തൂക്കി അകത്താക്കി. ഒരു നടപടി അവിടെ ഉണ്ടായി. ഇവിടെ അതിനേക്കാൾ ഭീകരമായ കാഫിർ സ്ക്രീൻഷോട്ട്, നാടിനെ നാനാവിധമാക്കാൻ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായി. അത് ഡിവൈഎഫ് നേതാവിലേക്ക് എത്തിയേക്കും. അന്വേഷണം അസ്തമിച്ചു. പ്രജിൻ, അന്വേഷണം അസ്തമിച്ചു. യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ടതാണ് കഴുത്തിന് തൂക്കി അവിടെ നിർത്തണം. നാടിനെ കുട്ടിച്ചോറാക്കാൻ 4 വോട്ടിനും അല്ലെങ്കിൽ 4 സീറ്റിനും വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ അനുവദിക്കില്ല. അതാ ഇയാളാണ് പ്രതി എന്ന് നിർത്തേണ്ടതിന് പകരം ഇവിടെ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. ഇത് വർഷം ഇത്രയായി. അപ്പൊ സർക്കാരിന്റെ പിന്തുണയും ഇത്തരത്തിലുള്ള അധമ പണികൾക്ക് പിന്തുണയാവുന്നുണ്ടെന്ന് തർക്കമുണ്ടോ?